സൂപ്പർ പടം. മോഹൻലാൽ ലാലേട്ടൻ്റെ മോള് തന്നെ മീനുക്കുട്ടി. പെൺപിള്ളേരായ ഇങ്ങനെ വേണം. അടിച്ചു തോപ്പിക്കാൻ പറ്റുന്നതിനെ അടിച്ചു തോപ്പിച്ച് കീഴടത്തി ലഹരിക്കെതിരായി വരുന്ന എല്ലാവരും അടിച്ചു തോപ്പിക്കണം. സൂപ്പർ പടം, അടിപൊളി പടം. മീനു സൂപ്പർ, ഫസ്റ്റ് പടം അടിപൊളി. നല്ല അഭിനയമായിരുന്നു, കൊള്ളായിരുന്നു. സിനിമ ഇഷ്ടപ്പെട്ടു. അവരൊരു തുടക്കമാണല്ലോ, അതെങ്ങനെയുണ്ടായിരുന്നു? നല്ലതാണ്, നന്നായിട്ട് അഭിനയിച്ചു, വളരെയേറെ ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഫസ്റ്റ് മൂവി എന്നുള്ള നിലയ്ക്ക് മോഹൻലാലിൻ്റെ മോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ റിവ്യൂസ് കേട്ടായിരുന്നു, പിന്നെ കൂടുതൽ അതിനെപ്പറ്റി നോക്കിയില്ല, നേരെ വന്ന് കാണാണ് ചെയ്തത്. ആ കൊള്ളാം. ലാസ്റ്റത്തെ ഫൈറ്റ് സീനൊക്കെ ഗംഭീരമായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. ആ കുഴപ്പമില്ലായിരുന്നു, കണ്ടിരിക്കാം, ബോറടിക്കണില്ല. പിന്നെ ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ അതാണല്ലോ വേണ്ടത്. മക്കളെ സേഫ് ആക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കണം. പ്രകടനമൊക്കെ നല്ലതാ. ഓക്കെ, നല്ല സിനിമ, കിടിലൻ, ഒന്നും പറയാനില്ല, അടിപൊളി. സൂപ്പർ. വിസ്മയുടെ തുടക്കം അടിപൊളി, ഒടുക്കം അടിപൊളി, അടിപൊളി പടം. നല്ലതായിട്ട് അഭിനയിച്ചു തോന്നുന്നുണ്ട്. എൻ്റെ പേരക്കുട്ടീനെ ഇതുപോലെ പഠിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ട്. 2 വയസ്സായിട്ടുള്ളൂ, വളരട്ടെ. ായിരുന്നു. പെൺകുട്ടികളെ ഇങ്ങനെ വേണം മാതാപിതാക്കൾ പഠിപ്പിച്ച് ട്രെയിനിങ് കൊടുത്ത് വിടേണ്ടത്. എവിടെ ചെന്ന് ആര് നമ്മുടെ മേത്ത് തൊടാൻ വന്നാലും തിരിച്ച് ഫൈറ്റ് ചെയ്യണം, ചെയ്തങ്ങാണ്ടില്ലേ, അല്ലാണ്ട് പേടിച്ച് മാറി നിൽക്കരുത്. ഈ സിനിമ ഒരു തുടക്കമായിരിക്കണം എല്ലാ പെൺകുട്ടികൾക്കും. ഓക്കെ, തുടക്കം നല്ലായിരുന്നു, നല്ല ഫൈറ്റ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു, നല്ല മൂവിയായിരുന്നു. അങ്ങനെയുണ്ട്, നല്ല മൂവിയായിരുന്നു, സിനിമയായിരുന്നു. നല്ല പ്രകടനം, വിസ്മയ മോഹൻലാലിൻ്റെ. അതെ, ഒരു പ്രചോദനമാണത് നമുക്ക് പെൺകുട്ടികൾക്കുള്ളത്. നല്ല സിനിമയാണ്, കുഴപ്പമില്ല, അത്യാവശ്യം ഉണ്ടായിരുന്നു. കൊള്ളാം, വില്ലനായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആധികാരികമായിട്ടൊന്നുമല്ല, അപ്പോൾ പിന്നെ വെറുതെ ഒരു തകർപ്പൻ സിനിമ. ആ മോഹൻലാലിൻ്റെ മോളുടെ ഫിസിക്കൽ ഫിറ്റ്നസിന് പറ്റിയ ഒരു കറക്റ്റ് ക്യാരക്ടർ ഇവിടുന്ന് കിട്ടില്ലേ, അതിന് പറ്റിയൊരു സ്റ്റോറി. ഞാൻ 10-15 കൊല്ലം കൂടി സിനിമ കണ്ട ആളാണ്, പുള്ളിക്കാരത്തിക്ക് അറിയാം. എന്തായാലും വിസ്മയ അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. പിന്നെ ആന്റണി പെരുമ്പാവൂരിന്റെ മോനും അടിപൊളിയായിരുന്നു, എല്ലാം സെറ്റ്. സാമാന്യം നല്ല ഫിലിമാണ്, സെറ്റില്ല, നല്ല പ്രസന്റേഷൻ.